ഇന്ത്യയെ ഭീതിയിലാഴ്ത്തി പുതിയ വൈറസ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന മാരക വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന നടത്തിയ സാമ്പിളുകളിൽ 61 പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു. മൃഗങ്ങളിൽ നിന്നും പടരുന്ന ഈ വൈറസ് ഛത്തീസ്ഗഡിലാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്. പരിശോധനാ റിപ്പോർട്ട് പോസിറ്റീവായതിന് പിന്നാലെ ആരോഗ്യ മന്ത്രാലയം രാജ്യത്ത് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിലെ സർഗുജ ജില്ലയിലാണ് വൈറസ് കണ്ടെത്തിയത്. ജാപ്പനീസ് പനി എന്നും അറിയപ്പെടുന്ന ഈ മാരക വൈറസ് കൊതുകിലൂടെയാണ് പടരുന്നത്. മൃഗങ്ങൾക്ക് ഗുരുതരമായ ദോഷം വരുത്തുന്നില്ലെങ്കിലും മനുഷ്യർക്ക് ഇത് അപകടകരമാണെന്ന് വെറ്ററിനറി മെഡിസിൻ വകുപ്പ് പറയുന്നു. ഇത് മനുഷ്യന്റെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുകയും തലച്ചോറിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ഗുരുതരവും എന്നാൽ വാക്സിനേഷൻ വഴി തടയാനാവാത്തതുമായ ഒരു രോഗമാണ്. നിലവിൽ ഈ രോഗത്തിന് പ്രത്യേക പ്രതിരോധ ചികിത്സ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചെറിയ കുട്ടികളെയാണെന്നാണ്. ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരാളം കുട്ടികൾ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് അല്ലെങ്കിൽ ജാപ്പനീസ് പനി മൂലം മരിക്കുന്നതായും റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് കൊതുകുകൾ സാധാരണയായി പെരുകുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു കൊതുക് രോഗം ബാധിച്ച പന്നിയെ കടിക്കുകയും അതേ കൊതുക് ഒരു മനുഷ്യനെ കടിക്കുകയും ചെയ്താൽ ഈ രോഗം മനുഷ്യനിലേക്ക് പകരാം. പക്ഷേ അത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് പടരില്ല എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. ഹെൽത്ത് മാക്സ് മലയാളം.